ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗം. ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും നഷ്ടപരിഹാരം നൽകണമെന്നും യോഗത്തിൽ ആവശ്യം ഉയർന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ച് ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇതിന്റെ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇക്കാര്യം അവഗണിച്ചതാണ് നിലവിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതെന്നാണ് ജനപ്രതിനിധികൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ദേശീയപാത നിർമ്മാണം നടന്ന മേഖലയിൽ അതിതീവ്രമായ മഴയിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടായതിനെ തുടർന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് ജീവനോപാധിയും നഷ്ടപ്പെട്ടു. കുടുംബങ്ങൾ പലതും ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുന്നത്. വീടുകളിൽ മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങളിലും ചെളിവെള്ളം കയറിയതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയുണ്ടായി. അശാസ്ത്രീയമായ മണ്ണെടുപ്പും ഒപ്പം ഡ്രെയിനേജ് നിർമ്മിക്കാത്തതുമാണ് നിലവിലെ സ്ഥിതി ഗുരുതരമാക്കിയതെന്നും നിലവിലെ അപാകതകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും യോഗത്തിൽ സംബന്ധിച്ച് സംസാരിച്ച ജില്ലയിലെ MLA-മാരായ E. ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ് എന്നിവർ പറഞ്ഞു. ചെങ്കള മുതൽ നീലേശ്വരം വരെയും നീലേശ്വരം മുതൽ കാരിക്കടവ് വരെയുമുള്ള ദേശീയപാത നിർമ്മാണത്തിൽ നിരവധി ഇടങ്ങളിൽ അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് MLA-മാർ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം. ചെർക്കള ടൗണിലും തെക്കിലും ജനങ്ങൾ ഭീതിയിലാണ്. ചെങ്കള മുതൽ തലപ്പടി വരെയുള്ള ഭാഗങ്ങളിലും ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നാശനഷ്ടം നേരിട്ടവർക്ക് കരാർ കമ്പനികൾ നഷ്ടപരിഹാരം നൽകണമെന്നും MLA-മാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.